ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷെ ജോലി തിരക്ക് കാരണം കഴിഞ്ഞില്ല. രാവിലെയാണ് ശ്രീലക്ഷ്മി അറയ്ക്കലിന്റെ ഒരു വീഡിയോ കണ്ടത്. അതിൽ അവർ കരയുന്ന, വളരെ ബോൾഡായി അവർക്ക് നേരെ വരുന്നവരെയെല്ലാം വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു ലേഡിയാണ് ശ്രീലക്ഷ്മി. അപ്പൊ അവർ കരഞ്ഞുകൊണ്ട് പറയായിരുന്നു, അവർ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ട്യൂഷൻ എടുത്ത് അവർ പഠിത്തത്തിന് ആവശ്യമായ കാശുണ്ടാക്കിയതും BEdന് പഠിക്കുമ്പോൾ പോലും കണ്ടിന്യൂസ് ആയി ട്യൂഷൻ എടുക്കുകയും അത് കഴിഞ്ഞിട്ട് വന്നിരുന്ന അവർക്ക് ആവശ്യമായത് പഠിക്കുകയൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, ഇവിടെ ആൾക്കാർ അവരെ വെടി എന്ന് സംബോധന ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഞാൻ പലപ്പോഴും മുൻപുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായം പറയുമ്പോൾ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ആശയപരമായി അതിനോട് എതിർപ്പുള്ളവർ അതിനെ ആശയപരമായി തന്നെ അതിനെ എതിർക്കുക, അല്ലാതെ ഈ ആവശ്യമില്ലാതെ വീട്ടിലുള്ളവരെ പറയുക, ഇത്തരം വാക്കുകൾ സ്ത്രീകളെ പ്രയോഗിക്കുക എന്ന് പറയുന്നത് ദയവേത് നിർത്തുക എന്നുള്ളത് ഇനിയെങ്കിലും അത് ചെയ്യും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുണ്ട്. അതിപ്പോഴാണ് ഞാൻ കണ്ടത്. അദ്ദേഹം എല്ലാ പുരുഷന്മാർക്കും വേണ്ടിയിട്ട് ശ്രീലക്ഷ്മിയോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു തെറ്റ് ബോധ്യപ്പെട്ടാൽ അതിന് ക്ഷമ പറയുക എന്ന് പറയുന്നത് ഒരു മഹത്തരമായ ഒരു കാര്യമാണ്. ഇപ്പൊ അവർ പറയുന്നു, വെടി എന്ന് വിളിക്കുന്നത് എന്തർത്ഥത്തിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരങ്ങനെ ഒരു സ്ത്രീയല്ല. അപ്പൊ ഈ ആൾക്കാർ അവരെ എതിർക്കുന്നത് എന്തിന്റെ ബേസിലാണ്? അവർ ലൈംഗികതയെ കുറിച്ചെല്ലാം വളരെ ഓപ്പൺ ആയിട്ട്, ഇപ്പോഴല്ല വളരെ നാളുകൾക്ക് മുൻപേ തന്നെ അവർ ലൈംഗികതയെ കുറിച്ച് തുറന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. അത് പൊതുവെ സ്ത്രീകൾ ലൈംഗികത പറഞ്ഞാൽ അവരെല്ലാം പോക്ക് കേസാണ് എന്ന് പറയുന്ന ഒരു മിഥ്യാധാരണയുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, ഇപ്പോഴും ആൾക്കാരെല്ലാം ഇത്തരം ആക്ടിവിറ്റിയിൽ സ്ത്രീകളെ കണ്ണടച്ച് പിടിച്ചങ്ങ് തെറി പറയുന്ന ഒരു ശീലം കാണാറുണ്ട്. ഒരിക്കലും അഥവാ അങ്ങനത്തെ ഒരു പരിപാടിയിൽ, ഈവൻ പ്രോസ്റ്റിറ്റ്യൂഷനിൽ പോലും ഒരു സ്ത്രീ ഒറ്റയ്ക്കല്ലല്ലോ അതൊന്നും ചെയ്യുന്നത്. ആരെങ്കിലും വെടി എന്ന് സ്ത്രീയെ വിളിക്കുന്ന അതുപോലെ പുരുഷന്മാരെ ആരെങ്കിലും അങ്ങനെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു വാക്ക് വെച്ച് വിളിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ എന്തായാലും രാഹുൽ ഈശ്വർ ചെയ്തതിനോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഈ സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ സർവൈവ് ചെയ്ത് വരുന്നത്. ഇപ്പൊ ഓരോരുത്തരും അവർ പരുവപ്പെടുന്നത്, സമൂഹത്തോട് അവർ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളത്, അവരവരുടെ സാഹചര്യം, എങ്ങനെയാണ് അവർ വളർന്നു വന്നത്, എന്തൊക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് എന്ന ഒരു ഇതിലാണ്. ഒരു സ്ത്രീ ഇപ്പൊ പുരുഷന്മാരോട് ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആദ്യമായി അച്ഛൻ, സഹോദരങ്ങൾ, കുടുംബത്തിലുള്ള പുരുഷന്മാർ, അവരെല്ലാം എങ്ങനെ, അത് കഴിഞ്ഞ് അവര് പൊതു ഇടങ്ങളിൽ പോകുമ്പോൾ അവിടെ നിന്നുണ്ടായ അവരുടെ അനുഭവങ്ങൾ, അതിൽ നിന്നാണ് അവർ മിക്കവാറും അവരുടെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം രൂപപ്പെടുന്നത്. അത് സ്ത്രീകൾക്കായാലും ശരി, പുരുഷന്മാർക്കായാലും. സ്ത്രീ വിരോധികളായ ഒരുപാട് പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ എല്ലാം അനുഭവങ്ങൾ സ്ത്രീകളിൽ നിന്നുണ്ടായത് മോശം അനുഭവമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ആകുന്നത്. അതിന്റെ അർത്ഥം അവരെ ആരെയും കണ്ണു അടച്ചു പിടിച്ച് തെറി വിളിക്കുക എന്നതല്ല. ഇപ്പൊ നമുക്ക് ആശയപരമായ എതിർപ്പുണ്ടെങ്കിൽ ആശയപരമായി തന്നെ അതിനെ നേരിടാമെന്നതാണ് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം. ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ, പെൺകുട്ടികൾ അവരുടെ ചെറുപ്പകാലത്തിൽ തന്നെ ട്യൂഷൻ എടുത്ത് അവർക്ക് ആവശ്യമുള്ള പൈസ ഉണ്ടാക്കി അവർ സർവൈവ് ചെയ്യുന്നവരുണ്ട്. അത് ഈ ചെറിയ പ്രായത്തിൽ നിന്നല്ല. ശരിക്കും അത്തരം അനുഭവങ്ങൾ പറയുമ്പോൾ എല്ലാവരുടെയും കണ്ഠമിടറാറുണ്ട്, കണ്ണ് നിറയാറുണ്ട്. ഇപ്പൊ ശ്രീലക്ഷ്മി തന്നെ വളരെ ബോൾഡായി അവരുടെ വീഡിയോകളിലും കുറിപ്പുകളിലും എല്ലാം, ഇപ്പൊ കഴിഞ്ഞ ചാനൽ ചർച്ചയിലെല്ലാം വളരെ ബോൾഡായിട്ട് അവർ സംസാരിക്കുന്നത് കണ്ടായിരുന്നു. പക്ഷെ രാവിലെ തന്നെ വീഡിയോ ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. കാരണം ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് പറയുമ്പോഴും അതേ ഒരു ഫീൽ, ആ സങ്കടം വരുമായിരുന്നു. അത് കാണുന്ന മനുഷ്യത്വമുള്ള ഏതൊരാൾക്കും ആ വീഡിയോ കണ്ടാൽ അത് ഉള്ളിന്ന് വരുന്നത്, അത് വെറുതെ ആൾക്കാരെ സോപ്പിടാൻ വേണ്ടി കരയുന്നതായിട്ടൊന്നും അല്ല. അത് കണ്ടാൽ തന്നെ അറിയാം ഉള്ളിൽ നിന്ന് വരുന്ന കരച്ചിലാണ്. കാരണം അത്തരം സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഓരോ വ്യക്തിക്കും, അത് പെണ്ണുങ്ങൾ മാത്രമൊന്നല്ല, പുരുഷന്മാർ ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത് ഏൺ ചെയ്യുന്ന, സ്വന്തമായി കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത് സ്വന്തം കാര്യങ്ങളും കുടുംബത്തിന്റെ കാര്യങ്ങളും ചെറിയ പ്രായത്തിൽ തന്നെ നോക്കേണ്ടി വരുന്ന സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉണ്ട്. അപ്പൊ അവർക്കെല്ലാം അത് റിലേറ്റബിൾ ആണ്. കാരണം അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നിയിരുന്നു. കാരണം 8ാം ക്ലാസ് മുതൽ ഞാനും ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ എന്റെ ചുമലിലൊന്നും ആയിരുന്നില്ല. എന്നാൽ പോലും അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നതുപോലെ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഞാനും ഏൺ ചെയ്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ, പിന്നെ അത് കഴിഞ്ഞ് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ വളരെ ചെറിയ ജോലികൾ പലതും അതിന്റെ കൂടെ തന്നെ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പൊതു ഇടങ്ങളിൽ സ്ത്രീകളെ ആയാലും പുരുഷന്മാരെ ആയാലും ശരി, തെറി വിളിക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക. ഓരോരുത്തരും പലവിധ സാഹചര്യങ്ങളിലൂടെ സർവൈവ് ചെയ്താണ് വരുന്നത്. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്.
എല്ലാവരുടെയും അഭിപ്രായം ഒന്നായിരിക്കണമെന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളോട് എല്ലാവർക്കും യോജിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷെ അത് നിങ്ങളെല്ലാവരും യോജിക്കണമെന്ന് ഈ പറയുന്ന ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആരും തന്നെ ആവശ്യപ്പെടുന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആൾക്കാർ സംസാരിക്കുമ്പോൾ ഒന്നുകിൽ അത് സ്കിപ്പ് ചെയ്ത് പോകാം, നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കാം, അല്ലെങ്കിൽ അതിനെ ആശയപരമായി മാന്യമായ ഭാഷയിൽ പ്രതികരിക്കാം. അല്ലാതെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് കൊണ്ട് എന്ത് കിട്ടാനാണ്? എന്തായാലും ശ്രീലക്ഷ്മിയോട് വളരെയധികം സ്നേഹം തോന്നുന്നു ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ.